ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം, നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വരും കേട്ടോ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ചാരിയിട്ട് ഇത് തന്നെയാണ് വീണത്, വീണ്ടും അത് തന്നെ വന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഇപ്പോൾ ഉള്ള എനർജിയിൽ നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സമയം അനുകൂലമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെയിൻ സിറ്റുവേഷൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് സമയത്തെ ബന്ധിച്ച് തന്നെയാണ്. ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീൽ ഓഫ് ഫോർച്യൂൺ സമയത്തെ ബന്ധിച്ച് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇവിടെയുള്ള നമ്പേഴ്സ് പറയാം. 7, 16, 10, 7 ആവർത്തിച്ചു, 10, 1, 5, 7, 9, 10, 1. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ക്യാൻസർ, ലിയോ, വെർഗോ. ക്യാൻസർ ആകുമ്പോഴത്തേക്ക് കർക്കിടകം, ലിയോ ചിങ്ങം, വെർഗോ കന്നി, ജെമിനി മിഥുനം, ടോറസ് ഇടവം, അക്യൂറിയസ് വന്നിട്ടുണ്ട്, മകരം ഇരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു യാത്രയാണ്. നിങ്ങളെ പ്രതി, നിങ്ങളുടെ പേഴ്സണെ പ്രതി ഒരു യാത്രയാണ് വരുന്നത്. ഒരു പക്ഷേ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ്. 9 ഓഫ് കപ്പ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണ്. നിങ്ങളുടെ ഫ്രണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. അറിയാവുന്ന വ്യക്തിയായിരിക്കും, കൂടെ പഠിച്ച വ്യക്തിയായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, 9 ഓഫ് കപ്പാണ്. നിങ്ങളോട് ഒരുപാട് ലോയൽറ്റി ഉണ്ടായിരുന്ന വ്യക്തിയാണ് നിങ്ങളെ കാണാൻ വരുന്നു. നിങ്ങളിലിപ്പോൾ ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗ്രോത്ത് വന്നിരിക്കുന്നു. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഓഫർ തരണമെന്നും നിങ്ങളാണ് അവരുടെ സക്സസ് എന്നും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വീണ്ടും വന്നിട്ടുണ്ട്. സമയം അനുകൂലമായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. ലിയോ, സ്കോർപ്പിയോ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരു ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് കടുത്ത അട്രാക്ഷൻ, സെക്സ് അട്രാക്ഷൻ തോന്നുന്നു. ചില വ്യക്തികൾ ഇവിടെ ഹെയർ കളർ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ടാറ്റു ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ കൂടി കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ആരിൽ നിന്നോ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ചതി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു സമയം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജോലി സംബന്ധമായിട്ടുള്ള ഒരു ചതിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവരുടെ പിറകിൽ നിന്ന് ചില വ്യക്തികൾ അവരെ കുത്തി അവരുടെ മാർഗത്തെ തടസ്സമാക്കിയിരിക്കുന്നു. അവർക്കിപ്പോൾ ബാലൻസിങ്ങിൽ, നിങ്ങൾക്കിപ്പോൾ ബാലൻസിങ്ങിലില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ നിങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ പേഴ്സന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തന്നു, റിലേഷനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിൽ നിന്നും ചില സാമ്പത്തികങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചില ഓപ്ഷനുകളാണ്. അവർക്ക് ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് വലുത്, നിങ്ങളല്ല വലുത് എന്ന് വിചാരിച്ച് അവർ പണത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് മോഹങ്ങളുടെയും പിറകെ പോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തിനും നിങ്ങൾക്ക് സമയം പോസിറ്റീവായിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു സമയമൊക്കെ നിങ്ങൾക്ക് മാറി വരും. നിങ്ങളുടെ ജോലിയിലൊക്കെ മറ്റുള്ളവർ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ആരൊക്കെയോ വന്ന് നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വീൽ ഓഫ് ഫോർച്യൂൺ, അതിൻ്റെ സത്യാവസ്ഥ എല്ലാം പുറത്ത് വരാൻ പോകുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്.
ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെക്കുറിച്ച് അഫർമേഷൻ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യായം വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളില്ല എന്നുള്ളത് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണം, ഈ റിലേഷൻ ഒരു പുതുതായിട്ട് ആരംഭിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഡെത്ത് സംഭവിച്ചിരിക്കുന്ന റിലേഷൻ ആയിരിക്കാം ഇനി ഇതിനൊരു ജീവനില്ല, ഇത് അവസാനിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികൾ സെവൻ ഓഫ് സോഡ്, നിങ്ങളെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയോടൊപ്പം പോയ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. അവർക്ക് മറ്റെവിടെയും ഒന്നും ലഭിക്കുന്നില്ല. ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു അബണ്ടൻസോ അവരുടെ ജീവിതത്തിലൊരു ഗ്രോത്തോ തേർഡ് പാർട്ടിയോടൊപ്പം പോയതിന് ശേഷം അവർക്ക് ലഭിക്കുന്നില്ല. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ? അവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനെക്കുറിച്ച് ആലോചിക്കുന്നു. തേർഡ് പാർട്ടിയെ വിട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിക്കും അവിടെ ഡിപ്രഷനാണ്. ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ റിലേഷൻ മുന്നോട്ട് പോകുന്നില്ല. ഒരുപാട് ഓവർ തിങ്കിങ് ആണ്. ഒക്കെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. എർത്തിൻ്റെ എനർജിയാണ്, വളരെ സ്ലോ എനർജിയാണ്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ചിന്ത പെട്ടെന്ന് വരണം എന്നാണ് അവരുടെ ചിന്ത. നിങ്ങളിലേക്ക് ഓടി വരണം, ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രവൃത്തി എന്താണോ ചെയ്യേണ്ടത്, അവരുടെ ചിന്ത ശരിയാണോ, നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ ആക്ഷൻ എടുക്കുന്നതിന് സാഹചര്യം അനുകൂലമല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അവരുടെ മനസാക്ഷിയെ സംബന്ധിച്ച് വളരെ സ്ലോയിൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്, പക്ഷേ സ്ലോ ആണ് സംഭവിക്കുന്നത്. എർത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഓക്കെ, നിങ്ങളുടെ എനർജി നോക്കാം. പ്ലീസ് ഗൈഡ് മീ. ഇന്ന് നിങ്ങളുടെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു. ചിലർ റിലേഷനിൽ നിന്നും വിട്ടുപോകാൻ തന്നെ ശ്രമിക്കുന്നു. ഫോർ ഓഫ് സോഡാണ്. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണ്. നിങ്ങൾ ചില വ്യക്തികളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മാനസിക ബലമെല്ലാം അവസാനിച്ച അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചില അഡിഷനുകളിൽ നിങ്ങൾ ആയിരിക്കുന്നു. എന്ത് അഡിഷനാണ്? ടാരോ റീഡും ഒരു അഡിഷനാണ്. ടാരോ റീഡ് പോലെയുള്ള അഡിഷനിൽ നിങ്ങൾ തുടർച്ചയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഇതൊരു അഡിക്ഷനായിട്ട്, ഇപ്പം ചില വ്യക്തികൾ വന്നിട്ട് പറയും ഞങ്ങൾ ജോലിക്കൊന്നും പോകാതെ ഇതും അഡിക്ഷനായിട്ട് ഇരിക്കുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല. ഇതിന് രാവും പകലും എല്ലാം ഇതിൽ തന്നെ ശ്രദ്ധിക്കുന്നത്, എപ്പോഴും ഇത് കാണണം, ഇത് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വ്യക്തികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ രാവും പകലും എല്ലാം ടാരോ റീഡ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒന്ന് മാറി ടാരോ റീഡ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ ഉണ്ടെങ്കിൽ പറയുക. അതല്ല എന്നുണ്ടെങ്കിൽ മദ്യപാനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഒരുപാട് അഡിക്റ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരുപാട് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിലോട്ട് നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾ എന്തിൽ നിന്നൊക്കെ നിങ്ങൾ മാറിപ്പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തിൽ നിന്നാണ് നിങ്ങൾ മാറിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ യൂണിവേഴ്സിൽ തന്നെ നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഫാമിലിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയെ പോലെ കണ്ടിരുന്ന വ്യക്തിയാണ്. അതിനെ നിങ്ങൾ വിട്ടുകളയാൻ നിങ്ങളുടെ മനസ്സോടു കൂടിയല്ല എങ്കിലും നിങ്ങൾ തൽക്കാലത്തേക്ക് മാറിപ്പോകുവാൻ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നു. ജഡ്ജ്മെൻറ്റ് വരട്ടെ, വിധിക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സോള് അത്രത്തോളം വേദനിക്കുന്നുണ്ട്. നിങ്ങൾ പുറമെ ചിലപ്പോൾ അത്രത്തോളം കരയുന്നില്ല എങ്കിലും ഉള്ളുകൊണ്ട് നിങ്ങൾ അതിശക്തമായിട്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ അലറിക്കരയുകയാണ്. നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് അലറിക്കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്.
നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ദിവസം ആ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുവാൻ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും യൂണിവേഴ്സ് അതിൻ്റെ ശക്തി യൂണിവേഴ്സ് തന്നെ കാണിച്ചു തരട്ടെ. ജഡ്ജ്മെൻറ്റ് വരട്ടെ, വിധി വരട്ടെ. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിധി വരട്ടെ എന്ന് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നീതി തരണമെന്ന് നിങ്ങൾ യൂണിവേഴ്സിനോടാണ് ചോദിക്കുന്നത്. കർമ്മ ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഒരു ചീറ്റിംഗ് വന്നിരിക്കുന്നത്, തിരിച്ചും ചീറ്റിംഗ് ആണ്. ഓക്കെ, 7 ഓഫ് സോഡിനെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ചീറ്റിങ്ങിനെ വീണ്ടും 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 ചീറ്റിംഗാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പേഴ്സൺ ഒരു വട്ടമാണ് നിങ്ങളെ ചീറ്റ് ചെയ്തത്. നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിക്കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചത് ഒരു പ്രാവശ്യമാണ്. അതറിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവിച്ചു. നിങ്ങൾക്ക് ഒരു വട്ടം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നുപോയി. പക്ഷേ ഇത് റിപ്പീറ്റായിട്ട് ആലോചിക്കും തോറും നിങ്ങളുടെ സോളിനെ എത്രത്തോളമാണ് വേദനിപ്പിക്കുന്നത്? വീണ്ടും വേദനിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സണേക്കാളും കൂടുതൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ആ ഓവർ തിങ്കിങ് ചെയ്ത് വീണ്ടും കരയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിറ്റേ ദിവസം അത് ആലോചിച്ച് വീണ്ടും കരയും. അപ്പം അത് കൂടുതലും നിങ്ങളുടെ സോളിനെ വേദനിപ്പിക്കുന്നത് നിങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ അവസാനിപ്പിക്കുക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കും അതിൻ്റെ കർമ്മ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നും എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളെ വേദനിപ്പിക്കുകയാണ്. ഈ സോള് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആളല്ല. നിങ്ങളുടെ ശരീരം വേറെയാണ്, നിങ്ങളുടെ ആത്മാവ് വേറെയാണ്. 2 വ്യക്തികളാണ്. എപ്പോഴെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ബഹുവചനമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതെന്തുകൊണ്ടാണ് ബഹുവചനം പറയുന്നത്? അല്ലെങ്കിൽ പറയാം ഭാഷാ ശൈലിയാണെന്ന്. ശൈലിയല്ല, അതിൽ 2 വ്യക്തികളുള്ളത് കൊണ്ടാണ്. ശരീരവും ആത്മാവിനെയും ചേർത്തിട്ടാണ് അത് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ തെറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ കർമ്മഫലവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിയെ താഴ്ത്തുക അപമാനിക്കുക എന്നുള്ളത് വലിയ തെറ്റ് തന്നെയാണ്, അല്ലേ? നമ്മൾ വേറൊരാളിനെ ദുഃഖിപ്പിക്കുക, വേദനിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് കൊണ്ടുവന്നിട്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, ശരീരത്തെ ദുഃഖിപ്പിക്കുന്നു. അപ്പോൾ പരസ്പരം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കർമ്മ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും. പറയുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2 വ്യക്തികളാണ്. അതിൽ നിങ്ങൾ ആത്മാവിനെ ദുഃഖിപ്പിച്ചാലും നിങ്ങൾക്ക് കർമ്മ ലഭിക്കും. നിങ്ങളുടെ പേഴ്സൺ ചതിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് മാത്രം ഓർത്ത് വിഷമിക്കുന്ന വ്യക്തികളുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്നായിരിക്കും അത് നഷ്ടം സംഭവിക്കുന്നത്. ചില വ്യക്തികൾ ചിലപ്പോൾ ഇത് സംഭവിച്ച് കാണുമായിരിക്കും. ചിലരുടെ ലൈഫിൽ എന്തോ വലിയൊരു മോഷണം സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തോ വിലപിടിപ്പുള്ള ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പായിട്ടുള്ളത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് തന്നെ നിങ്ങളുടെ പേഴ്സണെ തട്ടിക്കൊണ്ട് പോയി എങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ തട്ടിക്കൊണ്ട് നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ട് പോയി എങ്കിൽ അതും നിങ്ങൾക്കൊരു ലോസ്റ്റ് തന്നെയാണ്. അല്ലാതെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഓഫീസിലോ മറ്റോ ജോലി സ്ഥലത്ത് വെച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി നോക്കുക. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത എന്തെങ്കിലും ഫയൽസോ അങ്ങനെ എന്തെങ്കിലും വേറൊരാൾ സ്വന്തമാക്കി കൊണ്ടുപോകുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വൺസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ജോലി ഉണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് വേറെ, അതിലോട്ട് യാതൊരു എഫോർട്ടും എടുക്കാത്ത ഒരു വ്യക്തിക്കായിരിക്കും കിട്ടിയിട്ടുള്ളത്. അങ്ങനെയും ചീറ്റിംഗ് സംഭവിക്കാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 മനസ്സോടുകൂടി ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഓക്കെ, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സെലിബ്രേഷനുകളൊക്കെ കടന്നു വരുന്നെങ്കിലും നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. ചില ചുറ്റപ്പെട്ട് നിങ്ങൾ തന്നെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കിവിടെ ഇങ്ങനെ ഇരുന്ന് കരയുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരു ചുറ്റപ്പെട്ട സ്ഥലത്ത് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. ചുറ്റപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ചില സർക്കിൾ വീട്ടിനകത്തോ റൂമിനകത്തോ നിങ്ങളെ പൂട്ടിയിട്ടു എന്നല്ല, കുറച്ച് ലോജിക്കും കൂടി ആയിട്ടൊന്ന് ചിന്തിക്കുക.
ഓക്കെ, ചില ചിന്താഗതികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് വരണം. ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുള്ളൂ എന്നൊക്കെയുള്ള ചില ചിന്തകൾ നിങ്ങളിലുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു കവചമുണ്ട്. ആ കവചം പൊട്ടിച്ച് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. പ്യൂപ്പ എങ്ങനെയാണോ പുറത്ത് വന്നിട്ട് നിങ്ങൾ അതിൻ്റേതായ സ്വർഗം ലോകം കാണുന്നത് പോലെ നിങ്ങളിപ്പോൾ ഒരു പ്യൂപ്പയ്ക്കകത്തിരിക്കുകയാണ്. ഒരു വിധത്തിൽ നിങ്ങൾ പ്യൂപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ കൂട്, ആ ഒരു സമാധിയായിരിക്കുന്ന കൂടിനെയാണ് പറയുന്നത്. ആ സമാധിയായിരിക്കുന്ന ആ കൂട് പൊട്ടിച്ച് പുറത്ത് വന്നെങ്കിൽ മാത്രമേ ലോകം എന്തെന്നറിയാൻ കഴിയുള്ളൂ, അതിൻ്റെ ഭംഗി എന്തെന്നറിയാൻ പറ്റുള്ളൂ, പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുള്ളൂ, എത്രയും മനോഹരമായ ചിറകുകൾ വിടർത്താൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ രണ്ട് മനസ്സോട് കൂടി നിങ്ങൾ കോൺഫ്ലിക്റ്റ് അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളൊരു കംഫർട്ട് സോണിലാണ് ഈ ഒരു സമയം നിൽക്കുന്നതെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയുക. എനിക്കിതല്ല, എനിക്ക് ഈ റിലേഷൻ പോയത് കൊണ്ടല്ല, അല്ലെങ്കിൽ എന്നെ ഒരാൾ ചതിച്ചത് കൊണ്ട് എൻ്റെ ജീവിതം എന്നുള്ളത് അവസാനിച്ചിട്ടില്ല. അവരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ച് ഞാൻ എത്രത്തോളം ശക്തയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ എന്ത് കാര്യത്തിലാണോ എന്നെ അവർ ഉപേക്ഷിച്ച് പോയത്, ആ കാര്യത്തിൽ എന്തൊക്കെയാണോ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് എന്നിൽ ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ മാറ്റും എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെ നിങ്ങളുടെ ആ കംഫോർട്ട് സോണായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്യൂപ്പ, ആ ശലഭം ഇരിക്കുന്നതായിട്ടുള്ള സമാധി കൂടിനെ പൊട്ടിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകത്തേക്ക് നിങ്ങൾ വരിക, നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിലുള്ള സർവ്വതും എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ആസ്വദിച്ച് അവസാനിപ്പിക്കാനുള്ളതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അടുത്തത് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡ്, ഇത് 2 ഓഫ് ആൻസ്, ഇത് 2 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു യാത്രയാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു യാത്ര കാണിക്കുന്നുണ്ട്. മാനസികമായിട്ടും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ആഗ്രഹത്തെ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുടരണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ രണ്ട് മനസ്സോടു കൂടി ഇരിക്കരുത്. നിങ്ങളെ കാത്ത് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജോലി സംബന്ധിച്ച് നിങ്ങൾ തളർന്നിരിക്കേണ്ട അവസ്ഥയല്ല, നിങ്ങളത് ഓപ്പൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ ജോലിയിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ചില റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷനെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഒന്നുകിൽ ജോലി സംബന്ധമായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻ ബേസിലായിരിക്കും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു യാത്രയാണ് കാണിക്കുന്നത്. ചിലപ്പം ജോലി സംബന്ധമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് പുണ്യസ്ഥലങ്ങൾ എവിടെയെങ്കിലും സന്ദർശിക്കാൻ നിങ്ങൾ മനസ്സ് യാത്ര ഒരുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകാൻ, ഗൾഫിലോട്ടോ മറ്റോ പോകുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലാനിൽ നിൽക്കുകയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബന്ധം വരുന്നുണ്ട്, ഒരു ഓഫർ വരുന്നുണ്ട്. നിങ്ങളിലെല്ലാം ഉള്ള ഓവർ തിങ്കിങ് എല്ലാം പുറത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ചുറ്റിക്കൊണ്ട് ഒരു ചുഴിയിൽ പെട്ടതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ ആ ഒരു റൗണ്ടിൽ തന്നെ നിങ്ങൾ കിടന്ന് കറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാത്ത എന്താണ്, ചില ചിന്തകളിലേക്ക് മാത്രം നിങ്ങൾ ചുറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുകയാണ്. നിങ്ങളുടെ നെഗറ്റീവ് തിങ്ക് നിങ്ങളിൽ പുറത്തു പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുകയാണ്. ഇനി അതിനെ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് വിഷമിക്കാൻ പോകുന്നില്ല. ഓവർ തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് തന്നെ പുറത്ത് കളയാൻ പോകുന്നു. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ അറിയാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ബ്രീത്ത് ഇനും ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ പുരികക്കൊടികൾക്ക് മധ്യത്തിലായിട്ട് ഒരു വജ്രം അല്ലെങ്കിൽ ഒരു ജ്യോതിയെ കാണുക. ആ ജ്യോതിയാണ് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ സോൾ എന്ന് മനസ്സിലാക്കുക. അതിൽ കുറച്ച് നേരം ശ്രദ്ധ വയ്ക്കുന്നതിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സ് മറ്റെങ്ങും വ്യതിചലിച്ച് പോകാതെ ഒരൊറ്റ ബിന്ദുവിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിനെ നമ്മൾ മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. റെസനേറ്റ് ആയവർ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്ക് ക്ലോസ് നോക്കാം. ഇത് ഫോൺ നമ്പറാണ്. നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് 3 എന്നുള്ള നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. മഹാരാഷ്ട്ര വന്നിട്ടുണ്ട്, ഷോപ്പ് വന്നിട്ടുണ്ട്, മാർക്കറ്റ്, ആനി, ഫാത്തിമ, യമുന, സിന്ധു, രമ്യ വന്നിട്ടുണ്ട്, അനിൽ, തയ്യൽ വന്നിട്ടുണ്ട്, പട്ടാമ്പി വന്നിട്ടുണ്ട്, പിക്കപ്പ് വാൻ വന്നിട്ടുണ്ട്, പിക്കപ്പ് വാൻ ഓടിക്കുന്ന വ്യക്തിയായിരിക്കാം. DHM വന്നിട്ടുണ്ട്, അബുദാബി വന്നിട്ടുണ്ട്, ബിജു വന്നിട്ടുണ്ട്, അബുദാബി, ബിജു, MA B.Ed വന്നിട്ടുണ്ട്,
വടകര പയ്യോളി ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ആരിഫ 14, 16, 18 നമ്പർ വന്നിട്ടുണ്ട്. ഡേറ്റ് ആയിരിക്കാം. രാജശേഖരൻ വന്നിട്ടുണ്ട്. ഷൈജു, സമീർ, തെങ്ങ് വന്നിട്ടുണ്ട്. തെങ്ങുമായിട്ട് എന്തെങ്കിലും ജോലിയോ മറ്റോ ഉള്ള വ്യക്തിയായിരിക്കാം. പങ്കജം 2022, 2023. അയലൂർ എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. KVR വന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പ് എന്തിൻ്റെ വർക്ക്ഷോപ്പാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഡൽഹി വന്നിട്ടുണ്ട്. കടൽ വന്നിട്ടുണ്ട്. കടലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ വീടിനടുത്ത് കടലുള്ള വ്യക്തിയായിരിക്കും. ചിങ്ങം വന്നിട്ടുണ്ട്. വൈക്കം വന്നിട്ടുണ്ട്. വൈക്കം. ഓക്കെ. ഗോകുൽ വന്നിട്ടുണ്ട്. കൃഷ്ണ വന്നിട്ടുണ്ട്. ബിജു പ്രിൻസ് വന്നിട്ടുണ്ട്. ലവ് തേർഡ് പാർട്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലവ് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ലവ് തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്. ആലപ്പുഴ വന്നിട്ടുണ്ട്. നീതു, ഷീബ. മലപ്പുറം വന്നിട്ടുണ്ട്. സന്തോഷ്. എടുമുട്ടം സുഷമ്മ. അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ അഡ്വക്കേറ്റിനെ അങ്ങനെ കാണാൻ പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അഡ്വക്കേറ്റ് ആയിരിക്കാം. പൗൾട്രി ഫാം നിങ്ങളുടെ പേഴ്സൻ്റെയോ തേർഡ് പാർട്ടിയുടെയോ. ഓക്കെ. പൊള്ളാച്ചി പൗൾട്രി ഫാം നടത്തുന്ന ആരെങ്കിലും കാണും. പൊള്ളാച്ചി, അയല്ലൂർ, സരിത. ജനുവരി മാസം നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടായിരിക്കാം. വെള്ള ഹാൻഡ് ബാഗ് ആർക്കെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വെള്ള ഹാൻഡ് ബാഗ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെള്ള കളറിലെ ഹാൻഡ് ബാഗ് യൂസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. AMO ലെറ്റർ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്കുക. മാർച്ച് മാസം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്കുക. ഓക്കെ. അപ്പം ഈ ക്ലൂസുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്കുക. താങ്ക് യു നോസ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ ലൈക്ക് കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.